ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് പോയിന്റ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്ലോഗറിൽ എങ്ങനെ ഒരു പേജിൽ നമുക്ക് ഇഷ്ടമുള്ള പോസ്റ്റുകൾ വരുത്താൻ കഴിയും എന്നതാണ്. ആദ്യം നമുക്ക് ബ്ലോഗർ ഡാഷ്ബോർഡിലേക്ക് പോകാം. എന്നിട്ട് ഒരു പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനായി ന്യൂ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും കണ്ടന്റ് എഴുതുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈറ്റിൽ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ലേബൽസ് ഓപ്ഷനിലേക്ക് പോവാം. അവിടെ നിങ്ങൾ ഈ പോസ്റ്റ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്ന് ടൈപ്പ് ചെയ്യുക. ഞാൻ തൽക്കാലം ടെസ്റ്റ് എന്ന് കൊടുക്കുകയാണ്. ഇനി പബ്ലിഷ് അടിക്കുക. ഇനി നമുക്ക് നമ്മുടെ ബ്ലോഗ് ഒന്ന് നോക്കാം. അതിനായി ക്ലിക്ക് വ്യൂ ബ്ലോഗ്. ഇതാ നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത പോസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെപ്പറേറ്റ് പേജിലേക്ക് ആക്കണം. ഇവിടെയാണ് ലേബൽസിൻ്റെ ഉപകാരം. അതിനായി തിരിച്ച് ഡാഷ്ബോർഡിലേക്ക് പോവുക. ലേഔട്ടിൽ പോവുക. നിങ്ങളുടെ ബ്ലോഗർ ഡാഷ്ബോർഡിലെ ലേഔട്ടിൽ എവിടെയാണോ പേജസ് ഗാഡ്ജറ്റ് ഉള്ളത് അവിടെ എഡിറ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇനി നമുക്ക് ആഡ് എക്സ്റ്റേണൽ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഇനി ഇത് മിനിമൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ലേബൽസ് ഗാഡ്ജറ്റ് സൈഡ് ബാറിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ എവിടെയാണോ ലേബൽസ് ഗാഡ്ജറ്റ് വെച്ചിട്ടുള്ളത് അവിടെ പോവുക. ലേബൽസ് ഗാഡ്ജറ്റ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരെണ്ണം ആഡ് ചെയ്യണം. അതിനായി ആഡ് എ ഗാഡ്ജറ്റിൽ ക്ലിക്ക് ചെയ്യുക. ലേബൽസ് ഓപ്ഷൻ ഉണ്ട്. ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ലേബൽസ് കാണാം. ടെസ്റ്റ്, ഇതായിരുന്നു നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ലേബൽ. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ലേബലിന്റെ ലിങ്ക് കോപ്പി ചെയ്യുക. തിരിച്ച് ലേഔട്ടിലേക്ക് പോവുക. പേജസ്. ഇനി ഇവിടെ ആ ലിങ്ക് പേസ്റ്റ് ചെയ്യുക. ഒരു ടൈറ്റിൽ കൊടുക്കാം. സേവ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഈ സേവ് ബട്ടൺ അടിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഒന്നുകൂടി ബ്ലോഗ് ഒന്ന് നോക്കാം. ഇതാ ഇവിടെ കാണാം, നിങ്ങൾക്ക് ഒരു പുതിയ മെനു ആഡ് ആയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതാ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത പോസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഒരു പോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ലേബൽസിൽ ക്ലിക്ക് ചെയ്യുക.
ഇവിടെ ടെസ്റ്റ് ലേബൽ ഓൾറെഡി ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ അങ്ങോട്ട് സേവ് ആകും. എന്നിട്ട് പബ്ലിഷ് അടിക്കാം. ഒന്നുകൂടി ബ്ലോഗ് നോക്കാം. ഇതാ അതും ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഒരു പേജിൽ എത്ര പോസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. വേർഡ് പ്രസ്സിൽ സാധാരണ നമ്മൾ പേജസിനെയാണ് ഇതിനായി സമീപിക്കുന്നത്. പക്ഷേ ബ്ലോഗറിൽ ലേബൽസിനെയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയും ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. വെബ് ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് ലഭിക്കുവാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.